സന്തോഷം. കുഞ്ഞോളങ്ങൾ കൊണ്ട് സംഗീതം തീർക്കുന്ന അരുവി മലമുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്നു. കിളികളും മൃഗങ്ങളും അവോളമുള്ള ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിന് യോജിച്ച സ്വർഗം തന്നെ. വർഷങ്ങൾക്ക് മുമ്പേ ഈ കൊച്ചു ഗ്രാമത്തിൽ കുടിയേറി പാർത്തവരാണ് മീനാക്ഷി എന്ന മീനൂട്ടിയുടെ കുടുംബം. അച്ഛൻ, അമ്മ, 1 വയസ്സിലെ കുഞ്ഞടി. ഇതാണ് നമ്മുടെ ലോകം. മുത്തോറെ UP സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് മീനൂട്ടി പഠിക്കുന്നത്. പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും എന്നും മുന്നിലായിരുന്നവൾ. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പ്രിയപ്പെട്ട മിടുക്ക കുട്ടി. മീനൂട്ടിയെ പോലെ സാധാരണക്കാരായ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നല്ല അധ്യാപകരും. ക്ലാസ് മുറിയിലെ പഠനത്തിനുമപ്പുറം പ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾ പഠിച്ചതത്രയും സന്തോഷത്തോടെ കഴിഞ്ഞു പോയ ദിവസങ്ങൾ. മീനും എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. അവളുടെ വളർച്ചയേക്കാൾ ഒരുപാട് ഉയരത്തിലായിരുന്നു അവളുടെ സ്വപ്നം. കേൾക്കുന്നവർക്കെല്ലാം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അവൾ വളരുന്നതനുസരിച്ച് സ്വപ്നവും മാറുമെന്ന് എല്ലാവരും കരുതി. സ്വന്തം സ്കൂളിലെ ഒരു അധ്യാപകയാവുക, തന്റെ ഗ്രാമത്തിനായി നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ. അതിനാൽ ഇന്നും അവൾ തന്റെ സ്വപ്നത്തിൽ അടിപൊളി തലോടി. പ്രായത്തിനേക്കാൾ പക്വതയുള്ളവളായി മീനൂട്ടി പെരുമാറി. മറ്റുള്ളവരുടെ വേദനകളിൽ സ്വയം വേദനിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ സന്തോഷത്തിൽ നാളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. വീടെത്തിയ സ്കൂളിലെ വിശേഷങ്ങൾ പാവരാതെ അച്ഛനോട് കൊണ്ടാണ് പറയാനും മീനൂട്ടിക്ക് നേരമുണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ ദിനചര്യ തന്നെയായിരുന്നു. സാധാരണ ദിവസം പോലെ തന്നെയായിരുന്നു ആ നശിച്ച ദിവസവും. ചെറിയ കാറ്റിലെ മഴയിൽ നിന്ന് രാവിലെയപ്പോഴാണ് പ്രകൃതി താണ്ടമാടിയത്. കാറ്റും മഴയും ശക്തമായി ഒട്ടും പ്രതീക്ഷിക്കാതെ മലനീരകൾ അവളുടെ ഗ്രാമത്തിന് ചതിച്ചു. ഒരുപാട് മനുഷ്യരുടെ സ്വപ്നത്തിന് മേലെ മഴയെ ഒലിച്ചിറങ്ങി. രാവിലെയും തണുപ്പിലും എന്താണെന്ന് സംഭവിക്കുന്നറിയാതെ ജീവനുകൾ കാതിനെ എല്ലാം മുറിയിട്ടു. അതിൽ മീനൂട്ടിയുടെ പ്രിയപ്പെട്ടവരും സ്കൂളും ഗ്രാമം ഉൾപ്പെടെ ഒഴുക്കിയാകുന്നു. മിന്നാമിന്റെ വെട്ടവും മൂലമില്ലാതെ ഒരു കത്താങ്ങിനെ അവൾ മറുകരം പ്രതീക്ഷിച്ച് ചുറ്റിലും സംഭവിക്കും എന്താണെന്നറിയാതെ കഴുത്തോളം ചരി ഒഴിഞ്ഞു കിടന്നു. ആ രാത്രി പുലർന്ന് വിശ്വസിക്കാനാവാത്ത കാഴ്ചകളിലേക്കായിരുന്നു അവളിലേക്ക് രക്ഷകനായി എത്തിപ്പെട്ടു. പക്ഷേ വേണ്ടപ്പെട്ടവരെല്ലാം പ്രകൃതി തന്നെ തിരിച്ചെടുത്തിരുന്നു എന്ന സത്യം അവളെ പാട് തകർത്തു. നന്മ കുറേ മനുഷ്യർ തങ്ങളുടെ കരുതിൽ അവൾ വളർന്നു. നഷ്ടമായതിനൊന്നും പകരമാവില്ല പിന്നീട് ലഭിക്കുന്ന ഒന്നും. എങ്കിലും ഈ നിമിഷം അതിജീവിക്കും എന്നതുപോലെ മീനൂട്ടി പലവിധ മാറ്റങ്ങളുടെ കടന്നുപോയി. കഠിനമായ പ്രാണവേദന അവൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഒരു തണലായി, താങ്ങായി, തലോടനായി, വാത്സല്യമായി, രക്തബന്ധം കൊണ്ട് തുന്നിച്ചാർക്കാത്ത ഒരു പരിചയവുമില്ലാത്ത കുറെ പച്ചയായ മനുഷ്യർ കൂടെ ഉണ്ടായിരുന്നു. തന്നെ ചാകില്ല ഊട്ടിയുറപ്പിക്കുന്ന ബന്ധം. പെട്ടെന്നുണ്ടായ ഇടിമുഴക്കത്തിൽ ഞെട്ടി നടന്നുകൊണ്ട് മീനൂട്ടി ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. മറ്റേത് ലോകത്തായിരുന്നു. ഭൂതകളത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇത്ര നേരം. ഇന്നവൾ കുഞ്ഞു മീനൂട്ടിയല്ല, വലുതായ ഒറ്റപ്പെണ്ണാൻ മീനാക്ഷിയാണ്. നല്ലൊരു അധ്യാപികയാണ്. തന്റെ സ്വപ്നം നേടിയെടുത്ത കുട്ടി അവളിൽ നിറഞ്ഞു നിൽക്കുന്നു. കൂടാതെ സാമൂഹ്യ സേവനം, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ജീവിതം വീട്ടിൽ നിറം നൽകുന്നു. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. മികച്ച മാതൃകാ അധ്യാപികയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം എന്നിവരാണ് നമ്മുടെ മീനാക്ഷി ടീച്ചർ. നാടിന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ, കുടുംബത്തിന്റെ, കൂട്ടുകാരുടെ ഒക്കെ ഓർമ്മയ്ക്ക് വിജയം അവൾ സമർപ്പിച്ചു. ആ നിമിഷം അവൾ നിറഞ്ഞു നിൽക്കുന്ന തെളിച്ചത്തിന് 10 മാറ്റം തിളക്കമുണ്ടായിരുന്നു. കൂട്ടുകാരി, കൂടെ നിൽക്കാൻ തുൽക്കടിയെങ്കിലും ഉണ്ടെങ്കിൽ ഏത് കഷ്ടതയും കഠിന വേദനയും മറികടക്കാനോ ഈ നിമിഷവും കഴിഞ്ഞു. എന്ത് മൊട്ട